ഓരോ രാശിയിലും സഞ്ചരിക്കുവാൻ ഓരോ ഗ്രഹങ്ങളും എടുക്കുന്നത് വ്യത്യസ്ത സമയങ്ങളാണ്. സൂര്യൻ ഒരു രാശിയിൽ ഒരു മാസം നിൽക്കുമെന്ന് നമുക്കറിയാം. ചന്ദ്രൻ 2.25 ദിവസം നിൽക്കും. കുജൻ 49 ദിവസം. ഈ വ്യത്യാസം വരുവേ പലപ്പോഴും. ബുധൻ ഒരു മാസം. ഗുരു 361 ദിവസം. ശുക്രൻ ഒരു മാസം. ശനി 2 വർഷം 5 മാസം. 2.5 എന്ന് നമ്മൾ സാധാരണ പറയും. രാഹു 1.5 വർഷം. കേതു 1.5 വർഷം. ഒരു രാശിയിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരകാലം ശരാശരി കണക്കായിട്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. ചിലത് കൂടുകയും ഇരിക്കും, ചിലത് കുറഞ്ഞു ഇരിക്കും. നമുക്കറിയാം കഴിഞ്ഞ വർഷം കുജൻ 200 ദിവസത്തോളം ഇതിനും രാശിയിൽ തന്നെ നിന്നു. അങ്ങനെയും വരാം. ജാതകം നോക്കുമ്പോൾ ഗ്രഹദൃഷ്ടിയും പ്രധാനമാണ്. അതായത് ഒരു ഗ്രഹത്തിനും ഉള്ള നോട്ടം. ഏത് ഗ്രഹമായാലും അത് നിൽക്കുന്ന രാശിയിൽ നിന്നും 7ാമത്തെ രാശിയിലോട്ട് പൂർണ്ണ ദൃഷ്ടി ഉണ്ടായിരിക്കും. ആ രാശിയിൽ നിൽക്കുന്ന ഗ്രഹത്തെയും ആ രാശിയിൽ ഏത് ഭാവം വരുന്നു ആ ഭാവത്തെയും നോക്കും. ചില ഗ്രഹങ്ങൾക്ക് സ്പെഷ്യൽ ദൃഷ്ടി കൊടുത്തിട്ടുണ്ട്. എല്ലാ ഗ്രഹങ്ങൾക്കും അത് നിൽക്കുന്ന 7ാം രാശിയിലോട്ട് പൂർണ്ണ ദൃഷ്ടിയുണ്ടെന്ന് അത് നിൽക്കുന്ന രാശിയിൽ നിന്നും 3ാമത്തെ രാശിയിലോട്ടും 10ാമത്തെ രാശിയിലോട്ടും സ്പെഷ്യൽ ദൃഷ്ടിയുണ്ട്. കുജൻ അഥവാ ചൊവ്വയ്ക്ക് അത് നിൽക്കുന്ന രാശിയിൽ നിന്നും 7ാം രാശിയിലോട്ട് പൂർണ്ണ ദൃഷ്ടിയും 4, 8 രാശികളിലോട്ട് സ്പെഷ്യൽ ദൃഷ്ടിയുമുണ്ട്. ഗുരുവിനും രാഹുവിനും കേതുവിനും അത് നിൽക്കുന്ന രാശിയിൽ നിന്ന് 7ാം രാശിയിലോട്ട് പൂർണ്ണ ദൃഷ്ടിയും 5, 9 രാശികളിലോട്ട് സ്പെഷ്യൽ ദൃഷ്ടിയുമുണ്ട്. മിക്കവരും രാഹുകേതുക്കളുടെ സ്പെഷ്യൽ ദൃഷ്ടിക്ക് പ്രാധാന്യം കൊടുക്കാറില്ല. എപ്പോഴും രാഹുവിൽ നിന്നും 7 സ്ഥാനം മാറിയായിരിക്കും കേതുവിന്റെ സ്ഥിതി. ജ്യോതിഷത്തിൽ ചില ഗ്രഹങ്ങളെ നമ്മൾ ശുഭന്മാരായിട്ടും ചില ഗ്രഹങ്ങളെ നമ്മൾ പാപന്മാരായിട്ടുമാണ് കണക്കാക്കുന്നത്. ഗുരു, ശുക്രൻ, പക്ഷബലമുള്ള ചന്ദ്രൻ, ശുഭയോഗമുള്ളതോ തനിയെ നിൽക്കുന്നതോ ആയ ബുധൻ, ഇവർ ശുഭന്മാരാണ്. അതിൽ തന്നെ ഈ ചന്ദ്രന് ശുക്ലപക്ഷ അഷ്ടമി മുതൽ കൃഷ്ണപക്ഷ അഷ്ടമി വരെ ശുഭവനും, അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ പാപനുമായിട്ടാണ് കണക്കാക്കുന്നത്. പാപഗ്രഹങ്ങളോട് ചേർന്ന ബുധൻ പാപനാണ്. രവി, കുജൻ, ശനി, രാഹു, കേതു ഇവയെയും പാപത്വമുള്ള ഗ്രഹങ്ങളായിട്ടാണ് നമ്മൾ കണക്കാക്കുക. ഇത് വളരെയധികം പ്രധാനമാണ്. അതായത് ബുധൻ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്രഹമാണ്. ആ ബുധൻ പാപത്വം വരുന്ന ഉടനെ ചിലപ്പോൾ അത് നല്ല ഫലങ്ങൾ തരുമെങ്കിലും നമ്മൾ ഇപ്പോൾ ഈ ഇങ്ങനെ വാർത്തകളൊക്കെ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും ആ ബുധൻ ആ പാപത്വം വരുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണെന്ന്. അതിനാണ് നമ്മൾ ഈ പ്രവചനമൊക്കെ ഇടുന്നത്. അതിപ്പോൾ ചിലപ്പോഴൊന്നും കാണാറില്ല ആരും. കാണുകയാണെങ്കിൽ പിന്നെയും ഇടാൻ നമുക്ക്. മേടം തൊട്ട് നമ്മൾ എണ്ണി തുടങ്ങണം. മേടം മുതൽ 1 രാശികൾ ഓജരാശികളും, അതായത് മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം ഇവ ഓജരാശികളും. ഇടവം മുതൽ 1 രാശികൾ യുഗ്മരാശികളുമാണ്. അതായത് ഇടവം, കർക്കിടകം, കന്നി, വൃശ്ചികം, മകരം, മീനം ഇവ യുഗ്മ രാശികളാണ്. പിന്നെ ചരസ്ഥിര ഉഭയരാശികളെ കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കിക്കോണം. ഇതൊക്കെ നമുക്ക് ഈ ഫലപ്രവചനത്തിൽ വളരെയധികം സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതൊന്ന് ഒന്നിലും ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ നമുക്ക് ഓർക്കാൻ പറ്റാത്തവയൊക്കെ എഴുതി വെച്ച് നിന്നിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഈ ഗ്രഹങ്ങളുടെ ശത്രു മിത്രത്തെ കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. അത് എങ്ങനെയോ അത് ഇതായില്ല. 5, 6 പേരെ കണ്ടിട്ടുള്ളൂ. അത് നമ്മുടെ ചാനലിലുണ്ട്, ഒന്ന് നോക്കിക്കോണേ.